ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞായറാഴ്ച ഞങ്ങൾ കോരട്ടിപ്പള്ളി പോയിട്ടാ. അപ്പം അവസാന ദിവസമായിരുന്നേ. അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ 6:30. പിന്നെ അവിടെ അടുത്ത് ബൈക്കൊക്കെ വെച്ചെടുത്ത് ഒരു കട ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചായയൊക്കെ കുടിച്ച് കടിയൊക്കെ കഴിച്ച് അങ്ങനെ ഇറങ്ങിയിട്ടാ. പിന്നെ അങ്ങോട്ടേക്ക് ബൈക്ക് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ജനക്കൂട്ടാണ്, അതുകൊണ്ട് അവിടെ നിർത്തിയിട്ടാ. എന്നിട്ട് ഞങ്ങൾ നടന്നാ പോയത്. അപ്പം അങ്ങനെ നടന്നു പോണ വഴിക്ക് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ കടകളും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പള്ളിയെത്തി ശേഷം ഞങ്ങൾ കുർബാനയ്ക്ക് കയറിയിട്ടാ. അപ്പം കുർബാന തുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുർബാന കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ എന്നിട്ട് പറയാ പ്രദക്ഷിണം വന്നുട്ടോ. അങ്ങനെ പ്രദക്ഷിണമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ട് കുറച്ച് നേരം നിന്നു. അങ്ങനെ ബാൻഡ് സെറ്റും മറ്റേ എന്നിട്ട് പറയാ ബാൻഡ് സെറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് പറയുക ചണ്ടക്കൊട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് അങ്ങനെ വന്നുട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ നിന്നുട്ടോ. ബാൻഡ് സെറ്റൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് നേരം നിന്നു. അപ്പോൾ പാട്ടൊക്കെ കേട്ടപ്പോൾ നമുക്ക് ചെറിയ തുള്ളാനൊക്കെ തുടങ്ങിയിട്ടാ. തുള്ളാനൊക്കെ തോന്നി. അങ്ങനെ കുറച്ച് നേരം തുള്ളിയൊക്കെ ചെയ്തു. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. ബാൻഡ് സെറ്റിന്റെ പാട്ടുകളൊക്കെ നല്ല രസമായിരുന്നു. പക്ഷെ അത് കോപ്പിറൈറ്റ് ആവുമെന്ന് ഓർത്തിട്ട് ഞാൻ അത് എടുത്തില്ല. പള്ളിക്കാരുടെ യൂട്യൂബിൽ ഇടുമല്ലോ, അപ്പം നമുക്ക് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ തുള്ളി നിന്ന് ബാൻഡ് സെറ്റൊക്കെ കണ്ട് അങ്ങനെ ചണ്ടക്കൊട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല രസമായിരുന്നു. ഈ പ്രദേശത്തിന് ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോൾ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല തിരക്കായിപ്പോയി രാത്രി. പകല് വന്നപ്പോൾ അത്രയും തിരക്കില്ലായിരുന്നു കേട്ടോ. പക്ഷെ പകല് വന്നാൽ ഈ ലൈറ്റ് അറേഞ്ച്മെന്റ് അങ്ങനെ ഒന്നും കാണാനും പറ്റില്ല. അപ്പം രാത്രിയാണല്ലോ ആഘോഷം. അങ്ങനെ രാത്രി വന്ന് എൻ്റെ ആങ്ങള അങ്ങനെ എനിക്ക് വേണ്ടി സമയം മാറ്റി വെച്ച് അവന് ജോലി സമയമൊക്കെ ഒഴിവാക്കിയിട്ടാണ് വന്നേട്ടോ. അപ്പം ഞായറാഴ്ച പണി ഉണ്ടായിരുന്നു. അവനൊരു കൂലിപ്പണിക്കാണ് പോണത്. അങ്ങനെ ഞായറാഴ്ച പണി ഉണ്ടായിരുന്നു. അത് മാറ്റി വെച്ച് എനിക്ക് വേണ്ടി കാഴ്ച കാണിക്കാനായിട്ടൊക്കെ അങ്ങനെ കൊണ്ടുവന്നുട്ടോ. അങ്ങനെ കാഴ്ച കാണാനും കുർബാന കൂടാനും കോരട്ടിപ്പള്ളിയിലെ പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് വന്നു കേട്ടോ. അപ്പം കുറേ നാളുകളിൽ ശേഷമാണ് ഞാൻ വരുന്നത് കേട്ടോ. ആങ്ങളെ കല്യാണത്തിന് മുൻപ് എന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ കല്യാണ ശേഷം നമ്മൾ അങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഭയങ്കര ക്യൂ ഒക്കെ നിന്നു. ഇങ്ങനെ പൂവങ്കുളം നേർച്ചയൊക്കെ എടുത്തു. അങ്ങനെ നേർച്ചയൊക്കെ ചെയ്തു. അങ്ങനെ കൊരട്ടിമുത്തീനെ തൊട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ നേർച്ചയൊക്കെ വാങ്ങി അങ്ങനെ ഇറങ്ങിയിട്ടാ. പിന്നെ ഞങ്ങൾ ചുറ്റും ഇങ്ങനെ സ്ഥലമൊക്കെ കാണാനൊക്കെ ഇറങ്ങി. അപ്പം നേർച്ച കൊടുക്കണ ചേച്ചി ഞാൻ കവറ് കാണിച്ചപ്പോൾ ഒക്കെ തന്നുട്ടോ. അപ്പം ഞാൻ അവർ തരില്ലാന്ന് ഓർത്തു. അപ്പം എനിക്ക് തന്നു. നമ്മുടെ തൊട്ടടുത്ത് വീട്ടുകാർക്കൊക്കെ കൊടുക്കാലോന്ന് ഓർത്ത് ഞാനും വാങ്ങിയിട്ടാ. അങ്ങനെ നേർച്ചയൊക്കെ കഴിഞ്ഞു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ നേർച്ച വാങ്ങിയൊക്കെ കഴിഞ്ഞു. പിന്നെ തിരിച്ച് ഞങ്ങൾ കൊന്ത ഗ്രാമത്തിൽ പോയിട്ടാ. അപ്പം അവിടെ ഉള്ള സ്ഥലമൊക്കെ ചുറ്റും കണ്ട് കൊന്ത ഗ്രാമം എന്ന് പറഞ്ഞാൽ ഈ കൊന്ത ചൊല്ലി നമ്മളിങ്ങനെ ഓരോ രഹസ്യം ചൊല്ലി അങ്ങനെ പോകൂട്ടാ. അപ്പം നേർച്ച വാങ്ങണ ഇടയ്ക്ക് ഈ പ്രദക്ഷിണം കഴിഞ്ഞില്ലായിരുന്നു. അപ്പം പ്രദക്ഷിണം കഴിഞ്ഞില്ല. അപ്പം നമ്മൾ ഈ രൂപമൊക്കെ ഇങ്ങനെ തൊട്ടുമുത്തി അങ്ങനെ വന്നു. അത് കഴിഞ്ഞ് കൊന്തഗ്രാമത്തിൽ കയറി. അങ്ങനെ കൊന്തഗ്രാമത്തിൽ ഇങ്ങനെ ഓരോ നന്മ നിറഞ്ഞ് ചൊല്ലി ഇങ്ങനെ പോന്നുട്ടാ. അപ്പൊ കുറേ സമയം ഇങ്ങനെ കൊന്ത ചൊല്ലി ഇങ്ങനെ വന്ന് സമയമില്ല. അതുകൊണ്ട് അങ്ങനെ നടന്ന് കണ്ട് അങ്ങനെ എല്ലായിടത്തും കണ്ടു. അപ്പൊ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പൊ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ ഇത്ര ഇതൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പൊ ആൾക്കാർക്ക് അവിടെ നിൽക്കാനും കാണാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പലതരം മീനാണ് ആ വെള്ളത്തിലിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ഇപ്പൊ പൊക്കത്ത് നിന്ന് കണ്ട് അങ്ങനെ ആ മാതാവിന്റെ രൂപമൊക്കെ കണ്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ പോന്നു കേട്ടോ. അപ്പൊ നല്ല രസമായിരുന്നു, നല്ല അനുഭവമായിരുന്നു. അപ്പൊ ഇനി ഒരിക്കലും ഒന്നും വരാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. ഇപ്രാവശ്യം വന്നെങ്കിലും അങ്ങനെ ചുറ്റും ഇതാണ് കൊന്ത ഗ്രാമം കേട്ടോ. അങ്ങനെ കോരട്ടിപ്പള്ളിയിലും ഉണ്ട്, ചാലക്കുടിയിലെ പള്ളിയിലും ഉണ്ട് കേട്ടോ കൊന്ത ഗ്രാമം. അവിടെ കുരിശിൻ്റെ വഴിയുണ്ട്. അപ്പൊ കോരട്ടിപ്പള്ളി കാണാത്തവർ ഒന്ന് കാണണം. ഇനി അടുത്ത വർഷം കാണാത്തവർ പോയി കാണണം. അപ്പം നല്ല രസമായിരിക്കും കേട്ടോ, അനുഭവമായിരിക്കും.
അങ്ങനെ നമുക്ക് അടുത്തുള്ളവർക്കൊന്നും അങ്ങനെ കാണാൻ താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ ദൂരെ ഉള്ളവർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവും. അങ്ങനെ ഞാൻ അവിടെ മീനൊക്കെ വെള്ളത്തിൽ മീനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മീനൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓടിപ്പോൾ ആൾക്കാർ എന്നെ ഓടിച്ചു വിട്ടിട്ടോ, അങ്ങനെ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. എന്നാലും കുറച്ച് വീഡിയോ എടുത്തുട്ടാ ഞാൻ മീനിൻ്റെ ഒക്കെ. കണ്ടോ ഗൈസ്, നല്ല രസല്ലേ മീന്. അങ്ങനെ കൊന്തഗ്രാമൊക്കെ കണ്ട് അങ്ങനെ അപ്പോഴേക്കും ഞങ്ങൾക്ക് പുറത്തൊക്കെ പോയപ്പോൾ ലൈറ്റ് അറേഞ്ച്മെന്റ് തുടങ്ങിയിട്ടാ. പള്ളിയിലെ പല സൈസ് കളറിൽ ശബ്ദത്തിൽ ലൈറ്റ് അറേഞ്ച്മെന്റ് ഉണ്ട് കേട്ടോ ലാസ്റ്റ്. അപ്പം അത് നമുക്ക് ഈ അടക്കൊക്കെ പൊട്ടിക്കണതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളെടുത്ത് ഒരു സെൽഫിയൊക്കെ എടുത്തു അങ്ങനെ പോന്നു കേട്ടോ. അപ്പം ലൈറ്റ് അറേഞ്ച്മെന്റ് തുടങ്ങി. അങ്ങനെ നല്ല രസാട്ടോ. ഇതിന്റെ ശബ്ദത്തിനനുസരിച്ച് ഇങ്ങനെ ലൈറ്റുകൾ മാറും കേട്ടോ, ഓരോ കളറില്. ഇപ്പൊ പടക്കം പൊട്ടിക്കുന്നുണ്ട്. അപ്പൊ കൊറേ പേര് ഇത് കാണാൻ വന്ന് നിക്കുന്നുണ്ട് കേട്ടോ. തിരിച്ചു പോകുമ്പോ ജീവൻ കിട്ടിയ ഭാഗ്യം. നല്ല രസാണ്. എന്തോരം തിരക്കാന്ന് അറിയോ ഗൈസ്. ആൾക്കാർ ലൈറ്റ് അറേഞ്ച്മെന്റ് കാണാൻ വേണ്ടി മാത്രം വരണമെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല കളറില് ഇതിന്റെ ശബ്ദമൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാട്ടാ ഞാൻ എടുക്കാത്തത്. അപ്പൊ ഇവർ പള്ളിക്കാർ ഓൾറെഡി യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇടുമല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടാ. അപ്പൊ ശബ്ദം മൂട്ടാക്കി. ഇപ്പൊ പല കളറിലെ പടക്കം പൊട്ടിക്കലും അപ്പൊ നല്ല രസാട്ടാ കാണാൻ. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ എന്റെ ദൈവമേ തിങ്ങി ഞെങ്ങി. അങ്ങനെ ഞങ്ങള് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ആ തിങ്ങി ഞെങ്ങി വരണത്. ഫോൺ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ പോയില്ല ഗൈസ്. അതുകൊണ്ട് ഞങ്ങള് ഫോട്ടോ ഒന്നും എടുത്തില്ല. പിന്നെ എങ്ങനെയെങ്കിലും ജീവനം കൊണ്ട് പുറത്തേക്ക് വന്നാ മതിനായിപ്പോയി. അങ്ങനെ നല്ല രസമായിരുന്നു. അപ്പം നല്ല അനുഭവമായിരുന്നു. അപ്പം എൻ്റെ ആങ്ങള എനിക്ക് വേണ്ടി സമയം മാറ്റി വെച്ച് എന്നെ കാണിക്കാനായിട്ടൊക്കെ എൻ്റെ കൂടെ വന്നു. കണ്ടോ ഗൈസ്, ആൾക്കാരുടെ ബഹളം കണ്ടോ? അങ്ങനെ ഞങ്ങള് അതെല്ലാം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പിള്ളേർക്കുള്ള കാർട്ടൂണൊക്കെ വെച്ചു കേട്ടോ. അപ്പൊ കാർട്ടൂൺ ഞങ്ങൾ കാണാൻ നിന്നില്ല. അത് കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി അങ്ങനെ കഴിച്ചോണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പൊ ചാലക്കുടി എത്തിയപ്പം ഞങ്ങള് കുഴിമന്തി വാങ്ങിച്ച് കഴിച്ചു. അപ്പൊ അമ്മയ്ക്ക് ബിരിയാണിയും വാങ്ങി. അങ്ങനെ ഇന്നത്തെ ദിവസം യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. ഓക്കെ, ബൈ. എല്ലാവരും ലൈക്കും സബും ചെയ്യണേ. ഓക്കെ.